കർത്താവിൻ്റെ അതിപരിശുദ്ധമായ വന്യതിരുനാമം ഇന്നുമെന്നും എന്നേക്കും എല്ലായിടത്തും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെല്ലാവർക്കും കർത്താവിൻ്റെ തിരുനാമത്തിൽ ഹൃദയപൂർവ്വമായ വന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ പ്രത്യേക കാലഘട്ടത്തിലും കർത്താവിൻ്റെ കരുതലും കരുണയും അനുഭവിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകുന്നതിനാൽ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പരസ്പരം കരുതുവാനും ദൈവസന്നിധി വിനയപ്പെടുവാനും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാനും നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാനും ദൈവം നമ്മെ പ്രേരിപ്പിക്കുന്ന അവസരങ്ങളായി ഈ സാഹചര്യങ്ങളെ നമ്മൾ വിലയിരുത്തി ദൈവപ്രസാദം നമ്മുടെ ജീവിതം നയിക്കുവാൻ കർത്താവ് നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. ഈ കഷ്ടങ്ങളിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നാം റോമാലേഖനം 13-ാമത്തെ അധ്യായം നമ്മൾ ചിന്തിച്ചു വരികയാണല്ലോ. അതിന് 11-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, രക്ഷാപദ്ധതി, ദൈവം ഒരുക്കിയ രക്ഷാപദ്ധതി ആർക്കും അംഗീകരിക്കുവാൻ തക്കവണ്ണം ലളിതമാണ്. അതേസമയം ധാരാളം വോളിയൂം കണക്കിന് പുസ്തകങ്ങൾ എഴുതാനും മാത്രം ആഴമാണ്. ഇനിയും അതിൻ്റെ ആഴം നിത്യത്തിൽ ചെല്ലുമ്പോഴേ അതിൻ്റെ ആ ദൈവനീതിയുടെ ആഴവും അതിൻ്റെ തികവും നമ്മൾ ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ. ചില ആളുകൾ അത് സംബന്ധമായി തെറ്റായ ധാരണകളൊക്കെ പരത്തുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ ഓർമ്മിപ്പിച്ചു. അത് ആദം പാപം ചെയ്തപ്പോൾ നമ്മളെല്ലാവരും ആദമിലുണ്ടായിരുന്നു. അത് സത്യമാണ്. ആദമിൽ നിന്നാണ് നമ്മൾ ജനിച്ചു വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ഒരു 4 തലമുറ മുമ്പുള്ള എൻ്റെ ഒരു പൂർവികൻ അവൻ തൻ്റെ ചെറുപ്പത്തിൽ കൊല്ലപ്പെട്ടു പോയിരുന്നെങ്കിൽ ഞാൻ അവനിൽ ഉൾപ്പെട്ടിരുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ ലോകത്ത് ജനിക്കുവാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ ആദമിലെല്ലാവരും ഉൾപ്പെട്ടിരുന്നു. ആദമിൽ നിന്ന് നമ്മളിങ്ങനെ പരമ്പരയായി ദൈവം ഓരോരുത്തരും നിയമിച്ചിരിക്കുന്ന സമയഘട്ടത്തിലും കുടുംബത്തിലും ദേശത്തും നമ്മൾ ഓരോരുത്തരും ജനിക്കുകയാണ്. എന്നാൽ യേശുക്രിസ്തു കാൽവറിയിൽ മരിച്ചപ്പോൾ സകല മനുഷ്യവർഗവും ആ മരണത്തിൽ അവനിലുണ്ടായിരുന്നു എന്ന ആ താരതമ്യം ചിലർ ചെയ്യുന്നത് ദൈവവചനം പഠിപ്പിക്കുന്ന സത്യത്തിൽ നിന്ന് സത്യത്തോട് യോജിക്കുന്നതല്ല എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരും പാപപ്രകൃതമുള്ളവരായി ജനിക്കുന്നുവെങ്കിലും അവരവർ ചെയ്യുന്ന പാപജീവിതത്തിന് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണല്ലോ ന്യായവിധിയുള്ളത്. ഉത്തരവാദിത്വമില്ലെങ്കിൽ പിന്നെ തെറ്റ് കുറ്റമാകുകയില്ല. അപ്പോൾ ന്യായവിധിയുമില്ല. തീരുമാനമെടുക്കുവാനുള്ള ശേഷിയില്ലാത്ത ഒരാൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് ആ വ്യക്തി ധാർമ്മികമായി ഉത്തരവാദിയാണെന്ന് പറയുവാൻ കഴിയുന്നതല്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇവിടെ അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന് ഉത്തരവാദികളാണ്. നമ്മുടെ പാപജീവിതത്തിന് നമ്മൾ ഉത്തരവാദിത്വമുള്ളവരാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും പാപികൾ എന്ന് അംഗീകരിച്ച് നമ്മുടെ പ്രവൃത്തികളാൽ പാപപരിഹാരം പ്രാപിക്കാൻ കഴിയുന്നതല്ല എന്ന യാഥാർത്ഥ്യം ബോധ്യപ്പെട്ട് കർത്താവിനായി നമ്മളെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ച് യേശുവിൻ്റെ മരണമാണ് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനുള്ള ഏക മാർഗം. ഈ താൽക്കാലിക ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം എനിക്ക് വേണ്ടി ഒരുക്കിയ എൻ്റെ കർത്താവ് ഈ ജീവിതത്തെക്കാൾ പ്രധാനമായ വരുവാനുള്ള ജീവിതത്തിന് വേണ്ടി പാപപരിഹാരമെന്ന ഏറ്റവും വലിയ ആവശ്യം തൻ്റെ പുത്രൻ്റെ യാഗമരണത്തിലൂടെ എനിക്ക് ഒരുക്കി. അതൊരുക്കാതെ പോകുകയില്ലല്ലോ. അത് തീർച്ചയായും ഇതാണ് ഒരുക്കപ്പെട്ട ഏക രക്ഷാമാർഗമെന്നുള്ള ആ സത്യം ബോധ്യപ്പെട്ട് യേശുവിൻ്റെ മരണം എൻ്റെ തന്നെ മരണം. യേശുവിൻ്റെ മരണത്തിൽ ഞാൻ പങ്കാളിയാണ്. യേശുവിൻ്റെ മരണത്തിൽ ഞാൻ ഉത്തരവാദിയാണ്. എൻ്റെ പാപത്തിൻ്റെ കുറ്റം വഹിച്ചുകൊണ്ടാണ് കർത്താവ് എനിക്ക് പകരം മരിച്ചതെന്ന് ആ യാഥാർത്ഥ്യം വിനയപൂർവ്വം വിശ്വാസത്തോടെ അംഗീകരിച്ച് ഏറ്റുപറയുന്നവൻ ഹീ ഡൈസ് ലീഗലി. അവൻ നിയമപരമായി ദൈവം അവൻ മരിച്ചതായി അംഗീകരിക്കുന്നു. അപ്പം നിയമപരമായി മരിച്ചു എന്ന് പറയുമ്പം അക്ഷരാർത്ഥത്തിൽ മരിച്ചില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമുക്കറിയാമല്ലോ, വിശുദ്ധ തിരുവെഴുത്ത് നമ്മുടെ മലയാളത്തിലേക്ക് നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന ഈ സത്യവേദ പുസ്തകം എന്ന് പറഞ്ഞ് മലയാളം തർജ്ജമ വളരെ നന്നായ ഒരു തർജ്ജമയാണ്. മൂലകൃതിയുമായി വളരെ വളരെ അടുപ്പമുള്ള വളരെ കൃത്യതയുള്ള സ്ഖലിതങ്ങളില്ലാതില്ല എങ്കിലും വളരെ കൃത്യതയുള്ള ഒരു തർജ്ജമയാണിത്. ഈ തർജ്ജമ ബെഞ്ചമിൻ ബേരിയുടെ നേതൃത്വത്തിൽ 11 ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ 6 വർഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം അധ്വാനിച്ചാണ് ഈ തർജ്ജമയുണ്ടായത്. അതിൽ ഭാഷാശുദ്ധിക്ക് വേണ്ടി ബെഞ്ചമിൻ ബേരിയുടെ സ്നേഹിതനായിരുന്ന ചാത്തുമേനോൻ എന്ന തഹസിൽദാരായിരുന്നു അന്ന് അദ്ദേഹം.
ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. ബെഞ്ചമിൻ ബെയ്ലിയുടെ സ്നേഹിതനായിരുന്നു. ബെഞ്ചമിൻ ബെയ്ലി അദ്ദേഹത്തോട് ഞങ്ങളിങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയിൽ, ഒരു പ്രോജക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്നു, അതിൻ്റെ ഭാഷാശുദ്ധി ഒന്ന് പരിശോധിക്കാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹം അവധിയിട്ട് ഇതിൻ്റെ ഭാഷാശുദ്ധിക്ക് വേണ്ടി അവരുടെ കൂടെ കൂടുകയും അങ്ങനെ ബൈബിൾ വായിച്ചു. വിശുദ്ധ തിരുവെഴുത്ത് അദ്ദേഹം തർജ്ജമ ചെയ്തു വരുന്ന ആ ഭാഗങ്ങൾ അദ്ദേഹം വായിച്ചു. വചനം അദ്ദേഹത്തെ രൂപാന്തരപ്പെടുത്തി. അദ്ദേഹം ഒരു പുതിയ സൃഷ്ടിയെപ്പോലെയായി. അദ്ദേഹം കർത്താവിനായി തന്നെ സമർപ്പിക്കുകയും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും. അന്ന് ഓർക്കണം, തിരുവിതാംകൂർ ദേവസ്വമാണ്. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ദേവൻ്റെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ ഭരണം നടത്തുന്നത്. ദേവൻ്റെ സ്വത്താണ്. അതാണ് തിരുവിതാംകൂർ രാജാവ് അത് ദേവന് അടിയറ വെച്ച, ശ്രീപത്മനാഭസ്വാമിക്ക് അടിയറ വെച്ചിരിക്കുക. അപ്പോൾ അഹിന്ദുവായ ഒരാളിന് ആ രാജ്യത്തെ ഉദ്യോഗസ്ഥനായി തുടരുവാൻ കഴിയുന്നതല്ല. മാത്രമല്ല, അവരുടെ വിശ്വാസമനുസരിച്ച് മറ്റൊരു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു. മറ്റൊരു ദൈവത്തെ സ്വീകരിച്ചവൻ അവൻ മരിച്ചതിന് തുല്യം പരിഗണിച്ചു. പടിയടച്ചു, പിണ്ടം വെച്ചു. അവൻ്റെ മരണാനന്തര ക്രിയകൾ അവർ നടത്തി. അപ്പോൾ തിരുവിതാംകൂറിലെ ജീവിച്ചിരിക്കുന്നവരുടെ രേഖയിൽ നിന്ന് ചാത്തുമേനോൻ്റെയും കുടുംബത്തിൻ്റെയും പേര് നീക്കം ചെയ്തു. നമ്മളറിയാമല്ലോ, ഒരാൾ മരിച്ചു കഴിയുമ്പം പഞ്ചായത്തിൽ ചെന്ന് നമ്മൾ വിവരം അറിയിക്കും. പഞ്ചായത്തിൽ ചെന്ന് വിവരം അറിയിക്കും. മരിച്ചവരുടെ ലിസ്റ്റിലേക്ക് അവരുടെ പേര് ചേർക്കും. പിന്നെ ഒരു കണക്കിന് വേണ്ടി, സെൻസസിന് വേണ്ടി, ജനസംഖ്യയുടെ കണക്കിന് വേണ്ടി മരിച്ചവരുടെ ലിസ്റ്റ്, എത്ര പേര് ഈ മാസം മരിച്ചു, ഓരോ മാസവും അപ്ഡേറ്റ് ചെയ്യും അവർ. അപ്പോൾ മരിച്ചവരുടെ ലിസ്റ്റിലേക്ക് പേര് ചേർക്കും. ഇതുപോലെ ചാത്തുമേനോൻ്റെയും കുടുംബത്തിൻ്റെയും പേര് മരിച്ചവരുടെ ലിസ്റ്റിലേക്ക് ചേർത്തു. അവരക്ഷരാർത്ഥത്തിൽ മരിച്ചില്ല, അവർ സർക്കാരിൻ്റെ ദൃഷ്ടിയിൽ നിയമപരമായി മരിച്ചു. അപ്പോൾ ചാത്തുമേനോൻ എന്ന പേരിൽ പിന്നെ അദ്ദേഹം ഇവിടെ അറിയപ്പെടാൻ കഴിയുകയില്ല. അങ്ങനെ തിരുവിതാംകൂറിൽ പിന്നെ താൻ ജീവിച്ചിരിക്കാൻ ഒക്കുകയില്ല. അങ്ങനെ മലബാറിലേക്ക് അദ്ദേഹം കടന്നുപോയി. മലബാറിലേക്ക് പോയി. അന്ന് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, ഇതിങ്ങനെ 3 നാട്ടുരാജ്യങ്ങളാണല്ലോ കേരളം. മലബാറിലേക്ക് പോയി. ഷൊർണൂരിൽ അദ്ദേഹം പോയി. അദ്ദേഹത്തെ ഫെൻ, ഈർസാഫിനി എന്ന് പറഞ്ഞ ഫെൻ അദ്ദേഹം ദത്തെടുത്ത് തൻ്റെ മകൻ എന്ന പദവിയിലേക്ക് സ്വീകരിച്ചു. പുതിയൊരു പേര് കൊടുത്തു, ഫെൻ എന്ന് പേര് കൊടുത്തു. ഇപ്പോൾ പുതിയ ആളായി. ചാത്തുമേനോൻ മരിച്ചു, ഇപ്പോൾ ആരാ? ഫെൻ ആയി ഉയർത്തു. അദ്ദേഹം ഷൊർണൂരിൽ അദ്ദേഹത്തിന് കുറേ ഭൂമി വാങ്ങിച്ചു കൊടുത്ത് അദ്ദേഹം അങ്ങനെ കുടുംബമായി ജീവിക്കുവാൻ ആരംഭിച്ചപ്പോൾ ബ്രിട്ടീഷ് സർക്കാർ അന്നിവിടെ ഭരണം നടത്തുന്ന കാലം ഇദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെ മദ്രാസിൽ വളരെ ഉന്നതമായ ഒരു പദവിയിൽ, ഒരു നിയമജ്ഞാനിയായ ഒരുവന് ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ഉന്നതമായ പദവിയിലേക്ക് അദ്ദേഹത്തെ നിയമിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് ലീഗൽ ഡെത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളിത് പറഞ്ഞത്. ലീഗൽ ഡെത്ത്, യേശു ക്രിസ്തുവിൻ്റെ മരണം ഹൃദയപൂർവ്വം അംഗീകരിച്ച് ആ മരണത്തോട് ഏകീഭവിക്കുവാൻ തങ്ങളെ സമർപ്പിക്കുന്നവർ ദൈവത്തിന് മുമ്പിൽ ലീഗൽ ഡെത്തിന്, നിയമപരമായ മരണത്തിന് വിധേയപ്പെടുകയാണ്. ആ വ്യക്തി മരിച്ചതായി ദൈവം അംഗീകരിക്കുന്നു. പാപത്തിന് മരിച്ചു, ലോകത്തിന് മരിച്ചു. പഴയ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ അർത്ഥമില്ലാത്ത പാരമ്പര്യങ്ങൾക്ക് മരിച്ചു. നോക്കണേ, നിയമപരമായി മരിച്ചു. ഇതാണ് രക്ഷയുടെ ഒന്നാമത്തെ ഘട്ടം. ഇതുപോലെ നാം അംഗീകരിക്കണം. രക്ഷാ അനുഭവത്തെ ലാഘവത്തോടെ, വളരെ വളരെ നിലവാരം കുറഞ്ഞ ഒന്നായി, നിസ്സാരമായി, ആ വാക്കാ നല്ലത്, നിസ്സാരമായി പരിഗണിക്കരുത്. ഇത് ഗൗരവമുള്ളതാണ്. അങ്ങനെ ഒരു പുതിയ ആയ ആൾ ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നു. അതാണ് രക്ഷയുടെ രണ്ടാമത്തെ ഘട്ടം. അപ്പോൾ ഒന്നാമത്തെ ഘട്ടം നീതീകരണം. നീതീകരിക്കപ്പെട്ട വ്യക്തി വീണ്ടും ജനിക്കുന്നു, ഒരു പുതിയ സൃഷ്ടിയായി. ഞാൻ പറഞ്ഞല്ലോ, ചാത്തുമേനോൻ ഫെൻ എന്ന പേരിൽ ഒരു പുതിയ ആളായതുപോലെ യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ യേശുക്രിസ്തുവിൻ്റെ മരണത്തോട് പങ്കാളിയായി. അപ്പോൾ ഓരോരുത്തർ ഇത് അംഗീകരിക്കുമ്പോഴാണ് അവൻ കർത്താവിൻ്റെ മരണത്തോട് ഏകീഭവിക്കുന്നത്, കർത്താവിൻ്റെ മരണത്തിൽ പങ്കാളിയാകുന്നത്. അപ്പോഴാണ് സ്തോത്രം. കർത്താവിൻ്റെ മരണത്തിൽ അവൻ പങ്കാളിയാകുമ്പോൾ അവൻ ഒരു പുതിയ സൃഷ്ടിയായി. മരണത്തിൽ മാത്രമല്ല, ഉയിർത്തെഴുന്നേൽപ്പിലും പങ്കാളിയാകുന്നു. സ്നാനത്തിൽ മരണവും അടക്കവും പുനരുത്ഥാനവും അത് സിംബിളൈസ് ചെയ്യപ്പെടുകയാണ്.
അത് സാക്ഷ്യപ്പെടുത്തപ്പെടുകയാണ്. ഒരു വ്യക്തി കർത്താവിനുള്ള വിശ്വാസം അംഗീകരിച്ച് ഏറ്റുപറഞ്ഞ് അവൻ വെള്ളത്തിൽ മുങ്ങുമ്പോൾ, വെള്ളത്തിൽ നിൽക്കുമ്പോൾ തന്നെ വിശ്വസിക്കുന്നു കർത്താവ് നിങ്ങളുടെ പാപപരിഹാരത്തിനായി മരിച്ചെന്നു, യേശുവിൻ്റെ മരണം നിങ്ങളുടെ മരണമെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നു എന്ന് ഒന്നും കൂടെ ചോദിച്ചിട്ടേ സ്നാനപ്പെടുത്തുകയുള്ളൂ. വെള്ളത്തിൽ മുങ്ങുമ്പോൾ അവനോടുകൂടെ അടക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. വെള്ളത്തിൽ പൊങ്ങുമ്പോൾ ഉയിർത്തെഴുന്നേറ്റതിന് തുല്യമാണ്. നോക്കണേ, പുതിയ സൃഷ്ടിയാകുക, വീണ്ടും ജനിക്കുക. അതുകൊണ്ടാണ് ഈ പുനർജനന സ്നാനം എന്ന പ്രയോഗം തിരുവെഴുത്തിലുള്ളത്. അല്ലാതെ പുനർജനിക്കാനല്ല സ്നാനം, പുനർജനിച്ചതുകൊണ്ടാണ് സ്നാനം. പുതിയ സൃഷ്ടി, പഴയതിന് മരിച്ച് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടി ആയതുകൊണ്ടാണ്. അതിൻ്റെ പരസ്യ സാക്ഷ്യമായിട്ടാണ് സ്നാനം. ഞാൻ പറയുന്നത് വ്യക്തമാവുന്നു വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ യാതൊരു ഭൗമിക കർമ്മം കൊണ്ടും ആത്മീയമായ പുനരുജ്ജീവനം സാധ്യമാകുന്നതല്ല. യാതൊരു ഭൗമിക കർമ്മവും ഒരുവനെ പുതിയ സൃഷ്ടിയാക്കുവാൻ മതിയായതല്ല. അങ്ങനെ ഒരു പുതിയ സൃഷ്ടിയായി വീണ്ടും ജനിച്ച് ദൈവസന്നിധിയിൽ നീതിമാനായി അംഗീകരിക്കപ്പെട്ട ഈ പ്രിയപ്പെട്ടവൻ ഒരു പുതിയ ജീവിതം അവിടെ ആരംഭിക്കുകയാണ്. അവൻ പാപത്തിന് മരിച്ചു, പഴയ ജീവിതത്തിന് മരിച്ചു, ലോകത്തിന് മരിച്ചു. പിന്നെ ഇനി അവൻ ലോകത്തോട് അനുരൂപരാകുവാൻ ഒരിക്കലും പാടുള്ളതല്ല. ലോകത്തോട് അനുരൂപരാകുവാൻ പാടുള്ളതല്ല. അവൻ ലോകത്തിൽ ജീവിക്കുമ്പോൾ സ്വർഗീയനായി ജീവിക്കണം. സ്വർഗീയ പൗരത്വമുള്ളവനായി ലോകത്തിൽ ജീവിക്കുന്നു. ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെ പൗരത്വമുണ്ട്. നമ്മൾ തൊട്ടുമേളിൽ കണ്ടല്ലോ, പൗലോസ് തന്നെ പറയുന്നു, ലോകത്തിൻ്റെ പൗരത്വമുള്ള വ്യക്തി ലോകത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കുന്നു, ഒരു മാതൃകാ പൗരനായി ജീവിക്കുന്നു. പക്ഷേ അവൻ രക്ഷിക്കപ്പെട്ടു, പുതിയ സൃഷ്ടിയാക്കി. ഈ രക്ഷിക്കപ്പെട്ടു എന്നുള്ള ആ ഒന്നാമത്തെ ഘട്ടത്തിൽ ഒത്തിരി വാക്യങ്ങൾ തിരുവെഴുത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിലൊരു കുറവുമില്ല. ഒന്നാമത്തെ ഘട്ടത്തിന് ഒരു കുറവുമില്ല. അതാണല്ലോ റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, പക്ഷേ അതിൽ തന്നെ ഒരു പ്രത്യാശയുണ്ട്, ഒരു വലിയൊരു പ്രതീക്ഷയുണ്ട്. അവിടെ കൊണ്ട് അങ്ങ് തീർന്നില്ല. അതുപോലെ തന്നെ 5-ാമത്തെ 1-ാം വാക്യം നമ്മൾ കണ്ടു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നീതീകരിക്കപ്പെട്ടു, അത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞു. അതുപോലെ തിമോഥെയോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 2-ാം അധ്യായം അതിൻ്റെ 2 തിമോത്തി 1-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ, അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്ത് നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, സകലകാലത്തിന് മുമ്പേ ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകിയിരുന്നതാണ്. നോക്കണേ, അപ്പോൾ നമ്മളെ രക്ഷിച്ചതും വിളിച്ചതും എന്ന് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ അതും ഭൂതകാലമാണ്, കഴിഞ്ഞതാണ്. അത് രക്ഷയുടെ 1-ാമത്തെ ഘട്ടമാണത്. എന്നാൽ 2-ാമത്തെ ഘട്ടമുണ്ട്. ഈ 2-ാമത്തെ ഘട്ടത്തിൽ അനേക വാക്യങ്ങളുണ്ട്. ഞാൻ ഇതിന് ഇച്ചിരി പ്രാധാന്യം കൊടുത്ത് പറയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം പല ആളുകളുമുണ്ട്, ഈ 1-ാമത്തെ ഘട്ടം കഴിഞ്ഞാൽ എല്ലാം തീർന്നെന്നും പിന്നെ എന്നാ കളിച്ചാലും ഒരു കുഴപ്പവുമില്ലെന്നും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളങ്ങനെ തെറ്റായി ധരിക്കരുത്. രക്ഷിക്കപ്പെട്ടവൻ രക്ഷയിൽ നിലനിൽക്കണം. കൃപ അനുഭവിച്ചവൻ കൃപയിൽ നിലനിൽക്കണം. കൃപയിൽ നിന്ന് വീണു പോകരുത്. കൃപയിൽ നിലനിൽക്കുവാനും രക്ഷയിൽ നിലനിൽക്കുവാനും വിശ്വാസത്തിൽ നിലനിൽക്കുവാനും കർത്താവുമായുള്ള വ്യക്തിബന്ധത്തിൻ്റെ അനുഭവത്തിൽ തുടരുവാനും അവന് ഉത്തരവാദിത്തമുണ്ടെന്നുള്ളത് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. സ്തോത്രം. യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതൽ അങ്ങനെ തന്നെ തുടരും. അവൻ ഒരിക്കലും പഴയതിലേക്ക് മടങ്ങിപ്പോകുവാൻ അവൻ്റെ ഹൃദയത്തിൽ താല്പര്യമുണ്ടാകില്ല. കാരണം അവന് ഓർമ്മയുണ്ട് അവൻ ഏതവസ്ഥയിലായിരുന്നു എന്ന് അവൻ ഓർമ്മയുണ്ട്. മുമ്പ് ജീവിച്ച അവസ്ഥയിൽ മടങ്ങിപ്പോകുവാൻ ചിന്താശേഷിയുള്ള ഒരു വ്യക്തിയും താല്പര്യപ്പെടുകയില്ല. പരമാർത്ഥമായും രൂപാന്തരം എന്നൊരു വ്യക്തിയും അതിന് താല്പര്യപ്പെടുകയില്ല. അതാണ് യോഹന്നാൻ അപ്പോസ്തലൻ അവിടുത്തെ തൻ്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നവൻ പാപം ചെയ്യാൻ കഴിയുന്നതല്ല എന്ന് പറയുമ്പോൾ ഫിസിക്കലായിട്ട് അവനത് ചെയ്യാൻ കഴിയില്ലെന്നല്ല, കള്ളം പറയാൻ കഴിയില്ലെന്നല്ല. കള്ളം പറയാൻ തുടങ്ങുമ്പോൾ നാക്കങ്ങ് മരച്ചു പോവുകയൊന്നുമില്ല. അതിന് ആന്തരികമായി അവന് വന്ന രൂപാന്തരത്തിൻ്റെ ഫലമായി അവൻ കള്ളം പറയാൻ കഴിയുന്നതിനേക്കാൾ ഉന്നതമായ ഒരു നിലയിലേക്ക് അവൻ മാറ്റപ്പെട്ടു പോയി. എന്നാൽ പരമാർത്ഥമായും ഈ രക്ഷയുടെ 1-ാമത്തെ ഘട്ടം അതിൻ്റെ ആ യാഥാർത്ഥ്യത്തിൽ അനുഭവിക്കാത്ത ഒത്തിരി പേര് ഇതിനെ വളരെ ലാഘവത്തോടെ എടുത്തുകൊണ്ട് വിശ്വാസത്തെ ഏറ്റുപറഞ്ഞ്
ജ്ഞാനസ്നാനമൊക്കെ പ്രാപിച്ച് കൂട്ടായ്മകളൊക്കെ വന്നത് വരും. അങ്ങനെയുള്ള ആളുകൾക്ക് പഴയ ജീവിതത്തിൻ്റെ ഓർമ്മ അവർക്കിപ്പോഴും ഒരാവേശമാണ്. അവർ പഴയതിനും മരിച്ചില്ല. മരിച്ചതായി അവർ തങ്ങളെ തന്നെ കണക്കാക്കാൻ അവർക്ക് കഴിയുന്നുമില്ല. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്നുള്ളത് അവരങ്ങ് മറന്നുപോയി. ധരിച്ചിട്ടില്ലല്ലോ, പഴയതിന് മരിച്ചില്ലല്ലോ, ഒരു ചടങ്ങിന് വിധേയപ്പെട്ടതല്ലേ ഉള്ളൂ. അങ്ങനെ പരമാർത്ഥമായും ജീവിതത്തിൽ രൂപാന്തരം വരാത്ത വ്യക്തികൾ അവർ പിന്നെയും ആ പാപത്തിൽ തുടരാൻ എന്തുണ്ട് പഴുത് എന്നുള്ളത് തപ്പും. എന്തോ പഴുതുണ്ട്. ദൈവം ഒരിക്കലും തള്ളിക്കളയുകയില്ല. നിത്യരക്ഷയാണ്, നിത്യജീവനാണ്, പരിശുദ്ധാത്മാവ് നമ്മളിൽ അധിവസിക്കുകയാണ്. ദൈവം ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. അപ്പനാണ്. വീണ്ടും ജനിച്ചപ്പോൾ പിതൃസ്ഥാനത്ത് ദൈവമായി, ഞാൻ മകൻ്റെ പദവിയിലായി. എത്ര കുരുത്തക്കേട് കാണിച്ചാലും മകനല്ലാതാകുകയല്ലോ, പിതൃത്വമില്ലാതാകുകയല്ലോ. ഇങ്ങനെയൊക്കെ ഓരോ ന്യായങ്ങൾ പറഞ്ഞ് എന്നാ കളിച്ചാലും രക്ഷ നഷ്ടപ്പെടുകയില്ല. വൺസ് സേവ്ഡ് ഈസ് സേവ്ഡ് ഫോർ എവർ ആൻഡ് ഇറ്റേണലി സെക്യൂർ. എവ്രി വൺ ഹൂ ഈസ് റിയലി ബോൺ അഗെയിൻ ഈസ് ഇറ്റേണലി സെക്യൂർ. പരമാർത്ഥമായും വീണ്ടും ജനിച്ച ഒരു വ്യക്തി നിത്യമായി സുരക്ഷിതനാണ്. അവൻ ദൈവകൃപയിൽ നിലനിൽക്കും. എന്നാൽ രക്ഷയുടെ ഈ രണ്ടാം ഘട്ടത്തിൽ അവൻ്റെ ഉത്തരവാദിത്വം അവന് ഓർക്കാതെ പഴയ പാപജീവിതത്തിൻ്റെ ഓർമ്മ അവൻ്റെ ഹൃദയത്തിൽ പിന്നെയും ഒരു ഹരം പോലെയായി അതിലേക്ക് മടങ്ങിപ്പോകുവാൻ പലരും ഒളിച്ചും പാത്തും ചിലർ തെളിച്ചു തന്നെ അവരതിന് ധൈര്യപ്പെടുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, രക്ഷയുടെ രണ്ടാമത്തെ ഘട്ടം ഗൗരവമുള്ളതാണ്. അതിന് വിശുദ്ധീകരണം എന്നാണ് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത്. ഒന്നാമത്തെ ഘട്ടം നീതീകരണമാണെങ്കിൽ രണ്ടാമത്തെ ഘട്ടത്തിന് വിശുദ്ധീകരണമെന്ന് പറയാം. വിശുദ്ധീകരണമെന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനായി മാത്രം പൂർണ്ണമായും തനതായി തന്നെ ഒരു കാര്യത്തിനായി മാത്രം മാറ്റിവയ്ക്കപ്പെട്ട അവസ്ഥയാണ് വിശുദ്ധം. വേർപാട് കൊണ്ട് നിലനിൽക്കുന്നതാണ് വിശുദ്ധി. അതാണോ പത്രോസ്ലീഹ പെന്തക്കോസ്ത് ദിവസം എന്ന് പറഞ്ഞാൽ കാത്തിരുന്ന 120ഓളം പേരുടെ മേൽ പരിശുദ്ധാത്മ ശക്തിയോടെ ഇറങ്ങി ആവസിച്ച് അവർ അന്യഭാഷ അടയാളത്തോടെ ആത്മസ്നാനാനുഭവം പ്രാപിച്ച് ദൈവത്തിൽ സന്തോഷിക്കുമ്പോൾ ആ ശബ്ദം കേട്ട് ഓടിക്കൂടിയ ജനങ്ങൾ പലരും അവരെ വിമർശിച്ചു. അവരെ വിമർശിച്ചപ്പോൾ പത്രോസ്ലീഹ തൻ്റെ പ്രഥമ പ്രസംഗത്തിൽ, പൊതുവിൽ ചെയ്യുന്ന ആദ്യത്തെ പ്രസംഗത്തിൽ പത്രോസ്ലീഹ പറഞ്ഞ വാക്കുകൾ, ആ കർത്താവിനെക്കുറിച്ചുള്ള സാക്ഷ്യം പറഞ്ഞു. ആ സാക്ഷ്യം പറഞ്ഞപ്പോൾ അത് കേട്ട ആളുകൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് അവർ വിളിച്ചു ചോദിച്ച ഒരു വാക്യമുണ്ട്. അതാണ് പ്രവൃത്തിയുടെ പുസ്തകം 2:37 മുതൽ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരെ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണ്ടു എന്ന് ചോദിച്ചു. ഒരു നിസ്സഹായതാബോധം. എന്തു ചെയ്യണം, എന്തു ചെയ്യാൻ തയ്യാറെന്നുള്ള പോലെയാണ് മറുപടി. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മ ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്ത ദൂരസ്ഥന്മാരായ ഏവർക്കുള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു. അടുത്ത കണ്ടേ, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ. അപ്പോൾ രക്ഷയുടെ ആ ഘട്ടമായി പത്രോസ്ലീഹ അപ്പോൾ തന്നെ വക്രതയുള്ള തലമുറയിൽ നിന്നുള്ള മാറ്റം, വേർപാട്, അതിന് തയ്യാറായവരാണ് സ്നാനമേറ്റത്. വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീനെന്ന് സ്നാനമേറ്റ് കഴിഞ്ഞവരോടല്ല പറഞ്ഞത്, സ്നാനമേൽക്കാൻ ഒരുങ്ങിയവരോടാണ് പറഞ്ഞത്. അപ്പോൾ വക്രതയുള്ള തലമുറയിൽ നിന്നുള്ള മാറ്റം, വേർപാട്, വക്രതയുള്ള തലമുറയിൽ നിന്നുള്ള രക്ഷിക്കപ്പെടൽ, അത് രക്ഷയുടെ ഘട്ടമാണ്. അത് രക്ഷയുടെ രണ്ടാമത്തെ ഘട്ടം, അത് വേർപാടാണ്. രക്ഷയുടെ ഒന്നാമത്തെ ഘട്ടം നീതീകരണമെങ്കിൽ രക്ഷയുടെ രണ്ടാമത്തെ ഘട്ടം വിശുദ്ധീകരണമാണ്. കാരണം നാം ലീഗലി ഡെഡാണ്. നിയമപരമായി കർത്താവിൻ്റെ മരണത്തോട് ഏകീഭവിച്ച് നമ്മൾ ലീഗലി ഡെഡാകുന്നു. നാം നിയമപരമായ ദൈവത്തിന് മുമ്പിൽ മരിച്ച്
ഒരു പുതിയ സൃഷ്ടിയായി ദൈവത്താൽ അംഗീകരിക്കപ്പെടുകയാണ്. ഒരു പുതിയ സൃഷ്ടിയായി ദൈവത്താൽ നമ്മൾ അംഗീകരിക്കപ്പെട്ടിരിക്കുമ്പോൾ നമ്മളിലെ പഴയ പാപപ്രകൃതം പൂർണ്ണമായും പിഴുതെറിയപ്പെട്ടിട്ടില്ല, മാറ്റപ്പെട്ടിട്ടില്ല. അത് പിന്നെ അവിടെ ഇരിപ്പുണ്ട്. ആ പഴയ പാപപ്രകൃതം അവിടെ നിൽക്കുന്നത് കൊണ്ട് പഴയതിനോട് ഒരു ആഭിമുഖ്യം സ്വാഭാവികമായും അവൻ്റെ ജീവിതത്തിൽ അറിയാതെ ഉണ്ടാകും. ആ പഴയ പാപപ്രകൃതം പിന്നെയും അവനിൽ തലപൊക്കും. അവനിൽ പാപം, ആ പ്രകൃതം പിന്നെയും തലപൊക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ജീവിക്കുന്ന സാഹചര്യം രക്ഷിക്കപ്പെട്ടെങ്കിലും ഈ പാപമംഗലമായ സാഹചര്യത്തിൽ തന്നെയല്ലേ അവൻ ജീവിതം തുടരുന്നത്. അവൻ്റെ കൂട്ടുകാർ പഴയ കൂട്ടുകാർ തന്നെയായിരിക്കും. ചിലപ്പോൾ അവൻ ജോലി ചെയ്യുന്ന സാഹചര്യം പഴയ സാഹചര്യം തന്നെയായിരിക്കും. അവൻ്റെ സഹപ്രവർത്തകർ പഴയ പോലെ ജീവിക്കുന്നവരായിരിക്കും. പക്ഷേ അവരുടെ തെറ്റായ വഴികളിൽ നിന്ന് പൂർണ്ണമായും അവൻ വേർപാട് പാലിക്കുവാൻ ആവശ്യമുണ്ട്. ആ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ. ഈ ജീവിതത്തിൻ്റെ, ഈ സമൂഹത്തിൻ്റെ വക്രതയുള്ള, വ്യാജമായ, തെറ്റായ സകല നടപടികളിൽ നിന്നും വേർപാട് പാലിച്ച് പൂർണ്ണമായും കർത്താവിനായി ഏൽപ്പിക്കപ്പെടുവാൻ മനസ്സുവെച്ചവരാണ് അന്ന് സ്നാനമേറ്റത്. പ്രിയപ്പെട്ടവരെ, അതിന് മനസ്സില്ലാത്തവർ സ്നാനമേൽക്കരുത്. വക്രതയുള്ള തലമുറ എന്നുള്ള രക്ഷിക്കപ്പെടൽ, അത് രക്ഷയുടെ രണ്ടാമത്തെ ഘട്ടം. ഞാൻ പറഞ്ഞല്ലോ, അത് വിശുദ്ധീകരണമാണ്. ഒരു കാര്യത്തിനായി മാത്രം മാറ്റിവെക്കപ്പെട്ട അവസ്ഥ. ഈ മാറ്റിവെക്കപ്പെട്ട അവസ്ഥയുള്ളത് കൊണ്ടാണ് വിശുദ്ധി നിലനിൽക്കുന്നത്. വിശുദ്ധം എന്നുള്ളതിൻ്റെ എതിർപദം സാമാന്യം എന്നാണ്. സാമാന്യം എന്നാണ്. യെഹെസ്കേലിൻ്റെ പ്രവചനം 44-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മളത് വായിക്കുന്നുണ്ട്. അവർ വിശുദ്ധമായതിനും സാമാന്യമായതിനും തമ്മിലുള്ള വ്യത്യാസം എൻ്റെ ജനത്തിന് ഉപദേശിച്ച് മലിനമായതും നിർമ്മലമായതും അവരെ തിരിച്ചറിയുമാറാക്കണം. ശുദ്ധം, അതിൻ്റെ ഓപ്പോസിറ്റ് അശുദ്ധം. അതാണ് മലിനം, നിർമ്മലം. അശുദ്ധം, ശുദ്ധം. എന്നാൽ വിശുദ്ധം എന്നതിൻ്റെ എതിർപദം സാമാന്യമെന്നാണ്. വിശുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനായി മാത്രം മാറ്റിവെക്കപ്പെട്ടത്. സാമാന്യമെന്ന് പറഞ്ഞാൽ സൗകര്യം പോലെ എന്തിനും ഉപയോഗിക്കുന്നത്. നമ്മൾ സാമാന്യക്കാരല്ല, നമ്മൾ വിശുദ്ധന്മാരാണ്. ആ വിശുദ്ധിയിൽ നിലനിൽക്കുന്നതാണ് രക്ഷയുടെ രണ്ടാമത്തെ ഘട്ടം. അതിനുള്ള ഉത്തരവാദിത്വം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ടാൽ പിന്നെ ഇറ്റേണലി സെക്യൂറാണ്. കാൽവിനിസ്റ്റിക് തിയറി എന്ന് പറയുന്ന ഒരു തിയറി, നമ്മൾ അർമീനിയൻ തിയറിയാണ് വേദപുസ്തകത്തിൻ്റെ സ്ഥാനം നമ്മൾ വിശ്വസിക്കുന്നത്. ഈ കാൽവിനിസ്റ്റിക് തിയറി അനുസരിച്ച് നമ്മളൊരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല. തീർച്ചയായിട്ടും നമ്മൾ തന്നെ നഷ്ടപ്പെട്ടല്ലേ ഉള്ളൂ, അല്ല ദൈവം നമ്മളെ രക്ഷ നഷ്ടപ്പെടുകയില്ല. രക്ഷിക്കപ്പെട്ടവൻ കൃപയിൽ നിന്ന് വീണുപോകും. അത് തിരുവെഴുത്ത് നമ്മളെ മുന്നറിയിപ്പ് തരുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ സഭാ സംവിധാനത്തിൻ്റെയും കൂട്ടുവിശ്വാസമുള്ള കൂട്ടായ്മയുടെയും ഒന്നും ആവശ്യമില്ലല്ലോ. പരിശുദ്ധാത്മനെ നമ്മുടെ ഉള്ളിൽ അധിവസിക്കത്തക്കവണ്ണം കാര്യസ്ഥനായി നിയമിച്ചാക്കേണ്ട ആവശ്യമില്ലല്ലോ. വിശുദ്ധ തിരുവെഴുത്തിൻ്റെ പ്രബോധനങ്ങൾ നമുക്ക് ആവശ്യമില്ലല്ലോ. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്നാ കളിച്ചാലും കുഴപ്പമൊന്നുമില്ലെന്നുണ്ടെങ്കിൽ പിന്നെ സഭാ സംവിധാനത്തിൻ്റെയും സഹോദരന്മാരുടെ കൂട്ടായ്മയുടെയും ദൈവവചനത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയുടെയും അതിൻ്റെയൊന്നും അത്യാവശ്യമില്ല. അതൊക്കെ പിന്നെ ഒരു അലങ്കാരം പോലെ ഇരിക്കാം, എത്രയല്ലേ ഉള്ളൂ, അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല. ഇതെല്ലാം നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഉപാധികളാണ്. ദൈവം ഒരുക്കിയിരിക്കുന്ന ഉപാധികൾ ഉപയോഗിച്ച് ദൈവകൃപയിൽ നിലനിൽക്കുവാനും വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനും വക്രതയുള്ള തലമുറയിൽ നിന്ന് അകന്നിരിക്കുവാനും ഞാൻ ദൈവത്തിനുള്ളവനാണെന്നുള്ള പൂർണ്ണമായ ആ തിരിച്ചറിവോടുകൂടി കർത്താവിനായി തന്നെ സമർപ്പിക്കപ്പെട്ടവരായി ജീവിക്കുവാനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ രക്ഷയുടെ രണ്ടാം ഘട്ടത്തിൽ നമുക്ക് ചുമതലയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അത് നമ്മൾ തിരുവെഴുത്തിൽ ആവർത്തിച്ച് കാണുന്നുണ്ട്. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് അവിടെ ഇതേ പൗലോസ്ലീഹ തന്നെ എഴുതിയിരിക്കുന്നതാണ്. ഫിലിപ്പ് ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാം ഇപ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രവർത്തിക്കണമെന്നല്ല, രക്ഷിക്കപ്പെട്ടത് കൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. രക്ഷയ്ക്കായി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ രക്ഷ പ്രാപിക്കാൻ വേണ്ടിയല്ല. രക്ഷ പ്രാപിക്കാൻ എന്ന് വരുമ്പോൾ രക്ഷാപൂർത്തി പ്രാപിക്കാൻ വേണ്ടി എന്നുള്ള അർത്ഥത്തിൽ എടുക്കാൻ കഴിയും. എന്നാൽ നമ്മൾ രക്ഷയിൽ നാം നിലനിൽക്കുവാൻ ആവശ്യമുണ്ട്. നമ്മൾ ഏതു പ്രവൃത്തി ചെയ്താലും അത് നമ്മുടെ രക്ഷാനുഭവത്തെ
മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മളത് ചെയ്യുവാൻ. നാം ദൈവത്തിനുള്ളവരാണ്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ച്, പഴയതിന് മരിച്ച്, ലോകത്തിന് മരിച്ച്, ജഡത്തിന് മരിച്ച്, പാപത്തിന് മരിച്ച് ക്രിസ്തുവിലൊരു പുതിയ സൃഷ്ടിയായതാണ്. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രയിൽ ജീവിക്കുന്നു. അതുകൊണ്ട് ഒരു ദൈവ പൈതൽ എന്ന നിലയ്ക്ക് ഇതെനിക്ക് യോഗ്യമാണോ എന്ന് ഓരോന്നിനെയും വിലയിരുത്തി മാത്രമേ നാം ഏതൊരു പ്രവൃത്തിയും ചെയ്യാവൂ. അത് രക്ഷയ്ക്കായി പ്രവർത്തിപ്പെന്ന് പറയുന്നത് ഏതെങ്കിലും കർമ്മങ്ങളെ അല്ല സൂചിപ്പിക്കുന്നത്, മുഴു ജീവിതത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ മുഴു ജീവിതവും അതിനുള്ളതായിരിക്കണം. നമ്മുടെ രക്ഷയുമായി ബന്ധപ്പെട്ട നിലയിൽ വേണം, രക്ഷാനുഭവത്തെ മനസ്സിൽ കരുതിക്കൊണ്ട് വേണം നമ്മളത് ചെയ്യേണ്ടതെന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ഫിലിപ്പ് ലേഖനത്തിൽ തന്നെ 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അതിൻ്റെ 4-ാമത്തെ വാക്യം, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിനെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. നല്ല പ്രവൃത്തി കർത്താവ് നമ്മളിൽ ആരംഭിച്ച ഏറ്റവും നല്ല പ്രവൃത്തി എന്താ? നമ്മളെ നീതീകരിച്ചു. നമുക്ക് ആരോഗ്യമുള്ള ശരീരം തന്നതോ ഭൗമിക നന്മകൾ തന്നോ അതൊക്കെ ദൈവം തന്ന നന്മകളാണ്. പക്ഷേ ഇവിടെ പറയുന്ന നല്ല പ്രവൃത്തി, ആ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ എന്ന് പറഞ്ഞാൽ രക്ഷാനുഭവം നമുക്ക് നൽകി, നമ്മളെ നീതീകരിച്ചവൻ കർത്താവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. അത് തികയ്ക്കാനുണ്ട്, അതിൽ നിലനിൽക്കുവാനുണ്ട്. ദൈവകൃപയിൽ നമ്മൾ നിലനിൽക്കണം. നമ്മൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയ്ക്ക് നമ്മളെ സമർപ്പിച്ച് കൊടുക്കുവാൻ ആവശ്യമുണ്ട്. അപ്പോൾ കർത്താവ് തന്നെ തികയ്ക്കുമെന്നല്ലേ അവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ എന്നല്ല, പിന്നെ കർത്താവ് നമ്മളിൽ നിയമിച്ചാക്കിയിരിക്കുന്ന കാര്യസ്ഥൻ എന്ന പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്ക് വിധേയപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുത്ത് പൂർണ്ണമായും കർത്താവിനായി ഏൽപ്പിക്കപ്പെട്ട അവസ്ഥയിൽ നമ്മൾ തുടരുവാൻ നമുക്ക് ആവശ്യമുണ്ട്. അവൻ നമ്മളിൽ പ്രവൃത്തി അത് തികയ്ക്കും. നമ്മളതിനായി നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുവാൻ ആവശ്യമുണ്ട്. എത്രയോ തിരുവചന ഭാഗങ്ങളാണ് ഈ സത്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോഴും നമുക്ക് ഈ ആശയം അവിടെ കാണാനായിട്ട് കഴിയും. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. രക്ഷിക്കപ്പെട്ട നമുക്കോ എന്നല്ല, രക്ഷിക്കപ്പെടുന്ന കണ്ടിന്യൂസ് ടെൻസാണ്. രക്ഷയുടെ 1-ാമത്തെ ഘട്ടം ഭൂതകാലമാണെങ്കിൽ രക്ഷയുടെ 2-ാമത്തെ ഘട്ടം വർത്തമാനകാലമാണ്. രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. നാം രക്ഷാനുഭവത്തിൽ തുടരുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ രക്ഷാനുഭവത്തിൽ നിലനിൽക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ തന്നെ എബ്രായലേഖനം അതിൻ്റെ 7-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. എബ്രായലേഖനം 7-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. കണ്ടോ, കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിച്ച് പൂർണ്ണമായി രക്ഷിപ്പാൻ, രക്ഷാപൂർത്തിയിലേക്ക് നടത്തുവാൻ. സ്തോത്രം. അതിനെന്ത് ചെയ്യണം? താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കണം. നാം കർത്താവിനായി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. അതിന് കർത്താവ് നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കർത്താവ് നമുക്കുള്ള അവസരം തരും. ഇവിടെ രക്ഷിക്കപ്പെട്ട ദൈവവൈതലേ, എന്തൊരു വലിയ പദവിയാണ് ദൈവം നമുക്ക് തന്നത്. നമ്മൾ മരിച്ചു, പഴയതിന് മരിച്ചതാണ്. നമുക്ക് കർത്താവിനെ ധരിച്ചിരിക്കുക, നമ്മൾ ഒരു പുതിയ സൃഷ്ടിയായിരിക്കുക. ആ അനുഭവത്തിൽ നിൽക്കുവാൻ കർത്താവ് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പാവപ്പെട്ട ഞങ്ങളെ അങ്ങ് സ്നേഹിച്ച സ്നേഹത്തിനായി സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് നിത്യജീവൻ്റെ ഉറപ്പ് തന്നതിനാൽ സ്തോത്രം. അതിൽ നിലനിൽക്കുവാൻ ആവശ്യമുള്ള എല്ലാ ഉപാധികളും തിരുമേനി ഒരുക്കിയിരിക്കാൻ സ്തോത്രം. അടിയങ്ങളിൽ അവിടുന്ന് നിയമിച്ചാക്കിയ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയ്ക്കായി സ്തോത്രം. കർത്താവെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവത്തോട് അടുത്ത് പൂർണ്ണമായ രക്ഷയുടെ അനുഭവം അതിനുവേണ്ടി ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ കൃപ നൽകണമേ. ഞങ്ങൾ എന്ത് ചെയ്താലും അത് ഞങ്ങളുടെ രക്ഷയെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങളെ രക്ഷയ്ക്കായി തന്നെ സകല പ്രവൃത്തികളും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളെ രക്ഷിച്ച രക്ഷ ഓർത്ത് നന്ദിയുള്ളവരായിരിക്കാനും കർത്താവെ, വക്രതകളുടെ തലമുറയിൽ നിന്ന് വേർപെട്ടിരിപ്പാനും വിശുദ്ധിയിൽ ഞങ്ങളെ തന്നെ സൂക്ഷിപ്പാനും കൃപയിൽ നിലനിൽക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളെ തന്നെ സൂക്ഷിപ്പാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ലെന്ന് ഞങ്ങളെ ഓർപ്പിക്കുന്നല്ലോ. അങ്ങനെ കർത്താവെ ഞങ്ങളെ തന്നെ സൂക്ഷിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയ്ക്ക് വിധേയപ്പെട്ട് തിരുമേനി ഒരുക്കിയിരിക്കുന്ന എല്ലാ ആത്മീയ ഉപാധികളും ഉപയോഗിച്ച് ദൈവകൃപയിൽ നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിച്ചാട്ട്. മഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ.